ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീനിലേക്കല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ഗോവയിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാത്രി 12:50 ട്രെയിൻ. നമ്മൾ ട്രെയിനിൽ കയറി ഉടനെ എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റത് ട്രെയിനിൻ്റെ ചായ് വിളി കേട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. നമ്മൾ എണീറ്റപ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നമ്മളൊരു 11 ആയപ്പോൾ ഉടുപ്പി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊക്കെ കഴിച്ചിട്ടിരുന്നു. പിന്നെ ഉച്ചത്തേക്ക് നമുക്ക് എല്ലാവർക്കും ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. പിന്നെ വിശന്നാൽ പുല്ലും തിന്നുന്നതാണ്. പക്ഷേ നമുക്കങ്ങനെ അധികം വിശപ്പില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ വീട്ടിൽ നിന്ന് തന്നെ വറുത്തുകൊണ്ട് വന്ന ചക്കവറ്റലാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് കഴിച്ചു. പിന്നെ പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചത് കാരണം കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് ട്രെയിനിൽ കയറിയുള്ള മെയിൻ പരിപാടിയാണ്, എനിക്ക് വെറ്റ് വൈപ്സ് ഇല്ലാതെ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു നമ്മൾ ഗോവയിൽ എത്തേണ്ടത്. പിന്നെ നമ്മൾ 5 മണിയായി എത്തിയപ്പോഴേ മഴയായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന ചേട്ടന്മാർ അവർ മണാലിയിൽ പോവുകയാണ്. നമ്മൾ ആക്ച്വലി മണാലി പോകാനായിരുന്നു പ്ലാൻ. പിന്നെ അവിടെ ഇഷ്യൂസൊക്കെ ആയത് കാരണം ക്യാൻസൽ ചെയ്തതാണ്. അങ്ങനെ ഗോവയിൽ വന്നപ്പോഴേക്കും ഇവിടെ റെഡ് അലേർട്ടും. പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനി കുളിച്ച് കയറാം എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നി, നമ്മുടെ ഇവിടെയൊക്കെ സ്റ്റെപ്സ് അല്ലേ, ഇവിടെ ഇങ്ങനെ റാമ്പാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോകാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ തോന്നി. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തു. നമ്മുടെ ക്യാബ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ റെൻറ്റിനാണ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. നമ്മൾ വണ്ടിയുടെ വീഡിയോ ഒക്കെ ഫുൾ എടുത്തു കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ കലങ്കട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഒരു വെജ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കയറിയിട്ട് നമ്മുടെ ബട്ടർ നാനും ആലു പൊറോട്ടയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.